ഉള്ളവരെ നാളെ 11 മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് നാട്ടുചന്ത ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും സസ്നേഹത്തോടുകൂടി ചന്തയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചന്ത കാണണം, കണ്ടുപഠിക്കണം. ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ന് എവിടെയാണ് ഒരു വീട്ടിൽ നാട്ടുചന്ത, വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികളുടെ ചന്തയുള്ളത്? ആ ചന്തയിലേക്ക് നിങ്ങൾ ആ ഓണത്തിൻ്റെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അത്തം കഴിഞ്ഞു, അത്തം 10 തിരുവോണമാണ്. എല്ലാവർക്കറിയാം. ഓണത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ആഘോഷിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഓർക്കണം. നാളെ ചന്തയിലെ ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് നടക്കും. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ചന്ത കാണുവാനും ആ ചന്തയിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുവാനും വിഷമില്ലാത്ത പച്ചക്കറികൾ, വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിനും നിങ്ങൾ കാണുക, ആസ്വദിക്കുക, നിങ്ങൾ വിലയിരുത്തുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. മാർക്കറ്റിനേക്കാളും 10 രൂപ കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കുക. ഓണനാളിൽ ഓണമാവേലിയെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പോൾ നാളെ രാവിലെ 11 മണിക്ക് ചന്ത ഔപചാരികമായി കൃഷിക്കാരുടെ ചന്ത ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ ഉദ്ഘാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് കാണണം, ആസ്വദിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത്തിരി തിരക്കുണ്ട് ഇന്ന്. പല സ്ഥലത്തേക്ക് കൊടുക്കേണ്ട, കനകമല കൊടുക്കണം, കൊടകര കൊടുക്കണം, പേരാമ്പ്ര കൊടുക്കണം, ചാലക്കുടി കൊടുക്കണം. ഇങ്ങനെ സ്ഥലങ്ങളിൽ എത്തിക്കണം. കുറേ വിളവെടുപ്പ് നടത്താനുണ്ട്. കുറേ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പൊട്ടിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറമ്പുകളിൽ പൊട്ടിച്ചിട്ടേക്കാണ്. കുറേ അനിയൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് വരുമ്പോഴേക്ക് ഇങ്ങനത്തെ ട്രിപ്പ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനിപ്പോൾ നിൽക്കുന്നത് കുക്കുമ്പർ തോട്ടത്തിലാണ്. എൻ്റെ വീടിനോട് ചേരുള്ള കുക്കുമ്പർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആ പച്ചക്കറി എല്ലാം നിറഞ്ഞിട്ടില്ല കാർപ്പുറത്തിൽ. അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഈ ചന്ത വിജയിപ്പിക്കാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.